ഇനി നമ്മൾ സംസാരിക്കുന്നത് ശ്രീ ഇ ജയകൃഷ്ണനാണ്. ജയകൃഷ്ണൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്, എൻ്റെ കവിതകളുടെ ആദ്യ വായനക്കാരൻ കൂടിയാണ് എന്ന സന്തോഷവും ഉണ്ട്. പ്രിയമുള്ളവരെ, സിനിമയുമായിട്ട് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ബന്ധമുള്ള ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഞാനും മണമ്പൂർ രാജൻ ബാബു മാത്രമാണ് സിനിമയായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾ. ഞങ്ങൾ രണ്ടുപേരും കാഴ്ചക്കാരാണ്. ഒരു കാഴ്ചക്കാരൻ്റെ പക്ഷത്ത് നിന്നാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. വളരെ കുറച്ച് മാത്രം, സമയം വളരെ വൈകിയതുകൊണ്ട്. അതിനു മുമ്പ് എനിക്ക് അദ്ദേഹവുമായിട്ട് ഉണ്ടായ ഒരു ബന്ധം, അത് വളരെ ദീർഘകാലം നിലനിന്നൊരു ബന്ധമാണ്. അത് 1997 ഇന്ത്യ റിവ്യൂ എന്ന് പറയുന്ന ഒരു മാഗസിന് വേണ്ടിയിട്ട് MTയുമായിട്ട് ദീർഘമായ ഒരു അഭിമുഖം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഹോം മാഗസിനിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയുണ്ടായി. ആ കാലത്ത് ഇന്ത്യ റിവ്യൂ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു മാസികയായതുകൊണ്ട് തന്നെ അതിന് കാര്യമായിട്ടുള്ളൊരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല. അത്രയും വിശദമായ ഒരു അഭിമുഖം അതിന് മുൻപ് ഉണ്ടായിട്ടില്ല. പുതിയ കാലത്തൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങാനുള്ളൊരു കാരണമായി പറയുന്നത്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ സിബി സാറൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. തിരക്കഥയെ കാണാവുന്ന സാഹിത്യം എന്ന് നാമകരണം ചെയ്ത ആളാണ് MT. ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ തിരക്കഥയുടെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ, അതായത് ഹിന്ദി സിനിമകളുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിരക്കഥയെക്കുറിച്ച് പറയുന്ന ആദ്യകാലത്ത്. ഒരു പക്ഷേ സത്യജിത് റായിക്കൊക്കെ ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സിൽ ഒരാളാണ് MT എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യം, എങ്ങനെയാണ് ഒരു കഥാബിന്ദുവിൽ നിന്ന് തിരക്കഥയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് വളരെ വിശദമായിട്ട് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ, വളരെ കൗതുകകരമായിട്ടുള്ള ഒരനുഭവമായിരുന്നു എനിക്കുണ്ടായത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പാട്ടിനെ നറേറ്റീവായി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന ഒരു ഉദാഹരണമേ പറയുന്നുള്ളൂ. പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിലെ ഒരു പാട്ടിനെക്കുറിച്ചും, മറ്റൊന്ന് അദ്ദേഹം തിരക്കഥ എഴുതിയ ഒരു തിരക്കഥയിലെ ഒരു പാട്ടിനെക്കുറിച്ചും പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നമ്മളെ സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് പാട്ട് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് പലതരത്തിലുള്ള വാദഗതികളും പലതരത്തിലുള്ള ആശയങ്ങളും, അത് പല കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു വിവാദത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ നിർമ്മാല്യത്തിലെ ഗാനമില്ല, അതിനകത്ത് കുറേ മ്യൂസിക്, കുറേ സംഗീത ഖണ്ഡങ്ങളാണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തെ, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ മനോഘടനയെ, ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് പാട്ടിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള ബന്ധനം എന്ന സിനിമയിലെ ജയചന്ദ്രന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ട്, രാഗം ശ്രീരാഗം എന്ന് പറഞ്ഞിട്ട്. ONV-യാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. അത് സംഗീതം നൽകിയിട്ടുള്ളത് MB ശ്രീനിവാസനാണ്. MTയുടെ എല്ലാ സിനിമകൾക്കും, അദ്ദേഹം ചെയ്ത സിനിമകൾക്കെല്ലാം, 2 സിനിമകൾക്കൊഴിച്ച് ബാക്കി എല്ലാ സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുള്ളത് MB ശ്രീനിവാസനാണ്. ഞാൻ അത്ര നല്ല ചെവിയുള്ള ആളല്ല എന്ന് പലപ്പോഴും സംഗീതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെവിയെപ്പോലെ അത്രയും ഷാർപ്പായിട്ടുള്ളൊരു ചെവി അപൂർവം ആളുകൾക്കേ ഉള്ളൂ. അത് നമുക്ക് ഗാനരചനയിലും സംഗീതത്തിലും തിരഞ്ഞെടുക്കുന്നത് കണ്ടാലറിയാം. ഈ രാഗം ശ്രീരാഗം എന്ന് പറയുന്നത്, അതിനകത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ സുകുമാരൻ ചെയ്ത കഥാപാത്രം, ആ കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ MTയുടെ ചില ഷെയ്ഡുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിയുടെ, അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ വിശേഷതകൾ എല്ലാ കഥാപാത്രങ്ങൾക്കുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം.
ആ കഥാപാത്രം ഇതധികം സംസാരിക്കാത്ത ആളാണ്. ജീവിതത്തിലെ ഗതികേട് കൊണ്ട് ഗ്രാമം വിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ ഒരുപാട് അപഹസിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. സത്യത്തിൽ അതിൻ്റെ ഒരു പ്രതികാരം അദ്ദേഹത്തിന് ജീവിതത്തോടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം മദ്യപിക്കും, ആരുമായിട്ടും സംസാരിക്കില്ല. അദ്ദേഹം നഗരം ഏതാണെന്നൊന്നും പറയുന്നില്ല, നഗരത്തിൽ ഒരു വലിയ ഓഫീസിൽ ജോലിക്കാരനാണ് ഇദ്ദേഹം. അപ്പോൾ ഓഫീസിലുള്ള ആളുകളുമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഒരു ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ആകെ എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ ഒരു കുശനിക്കാരനുണ്ട്, അച്ചുമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ശങ്കരാടിയാണ് അത് ചെയ്തിട്ടുള്ളത്. തിരക്കഥയിൽ MT എഴുതിയിട്ടുള്ളത് അദ്ദേഹം അൾസേഷൻ നായയെ പോലെ നോക്കും ആളെ കണ്ടാൽ എന്നാണ്. അത് ശുഭയുടെ ക്യാരക്ടർ സരോജിനി പറയുന്നുണ്ട്, ഇത് ഞാൻ കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന്, ഇത് കഴിച്ചോളൂ, കുറച്ച് ആ അൾസേഷനും കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരൊറ്റ വാക്കിൽ ഈ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് തിരക്കഥ വായിക്കുമ്പോഴേ മനസ്സിലാകും, സിനിമ കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സരോജിനിക്ക് ഇദ്ദേഹത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും വണ്ടി തെറ്റിയ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. അതാണ് ജീവിതത്തിൽ തുടർച്ചയായി വണ്ടി തെറ്റിപ്പോയ ആളാണ്. ആദ്യത്തെ പ്രമോഷൻ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ രാവിലെയാണ് ജോയിൻ ചെയ്തിരുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണനാകുമായിരുന്നു സീനിയോറിറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ വണ്ടി തെറ്റി. അപ്പം അങ്ങനെ നിരന്തരം വണ്ടി തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടറിനെ വിഭാവനം ചെയ്യാനൊക്കെ MT പോലെയുള്ള ഒരാൾക്കല്ലാതെ മറ്റാർക്കും സാധ്യമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഈ സരോജിനിക്ക് ഉണ്ണികൃഷ്ണനോട് വലിയ ഇഷ്ടമുണ്ട്, മനസ്സിൽ വലിയൊരു ഇഷ്ടമുണ്ട്. പക്ഷെ ഉണ്ണികൃഷ്ണൻ അത് അറിയുന്നുമില്ല. ഒരു തവണ സരോജിനി പറയുന്നത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പ്രണയം പറയാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു, അല്ല ഇവിടെ വെച്ച് പറയണ്ട, പിന്നീട് പറയാം എന്ന് പറയുമ്പം ഇദ്ദേഹം പറയുന്നത്, നോക്കൂ, മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പൂമേടുകളും പൂവനങ്ങളും ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. സി, ഐ ആം നോട്ട് റൊമാൻറ്റിക് എന്നാണ് ഇയാൾ പറയുന്നത്. അതിലെ ആ ക്യാരക്ടർ വളരെ വ്യക്തമാണ് എന്താണെന്ന്. അപ്പോൾ ഇവൾ വെച്ച് നീട്ടുന്ന പ്രണയം ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഒരു കച്ചേരി കേൾക്കാൻ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ പാടുന്ന പാട്ടാണ് ഈ രാഗം ശ്രീരാഗം എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, 4 രാഗത്തിലാണ് ആ പാട്ട് ചെയ്തിട്ടുള്ളത്. ശ്രീരാഗത്തിൽ ആദ്യ ഭാഗം, രണ്ടാമത്തെ ഭാഗം ഹംസധ്വനി, മൂന്നാമത്തെ ഭാഗം വസന്ത, നാലാമത്തെ ഭാഗം മലയമാരുതം. കുറുപ്പ് സാർ അത് എഴുതിയിട്ടുള്ളത് ഈ രാഗത്തിൻ്റെ സ്വഭാവവും ഈ കഥാപാത്രങ്ങളുടെ മനസ്സും അവരുടെ വിചാരവും കൂടെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ലിറിക്സ് വന്നിട്ടുള്ളത്. അതിൻ്റെ സംഗീതത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ജയചന്ദ്രന് അവാർഡ് നേടിക്കൊടുത്ത പാട്ടാണത്. ഈ പാട്ടിൽ ഈ ആദ്യം വരി തുടങ്ങുന്നത് രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് പൊതുവെ എല്ലാത്തിലും പ്രണയത്തിൻ്റെ സ്പർശമുണ്ട്. രണ്ടാമത്തത് രാഗം ഹംസധ്വനി രാഗം, ജീവനിലാളും ഇണയറയന്നങ്ങൾ പാടും മതകര രാഗം എന്നാണ് പാടുന്നത്. അവിടെ എത്തുമ്പോൾ പ്രണയം കുറച്ചും കൂടെ തുടങ്ങുന്നു. അടുത്തത് രാഗം വസന്തരാഗം. വസന്തരാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പുഷ്പപരാഗം നെറ്റിയിലണിയും നെറുകയിലണിയും എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. അവിടെ എത്തുമ്പോൾ പ്രണയത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ഉണ്ണികൃഷ്ണൻ്റെ മനസ്സിലല്ല, സരോജിനിയുടെ മനസ്സിലാണ്. സരോജിനി ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നതാണ് ഈ പാട്ട്. അത് കഴിഞ്ഞ് വിട പറഞ്ഞു പോകുന്ന ഒരു സന്ധ്യയോടുകൂടി ഈ പാട്ട് അവസാനിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഈ പാട്ട് ഈ സ്ത്രീയുടെ മനസ്സിലുള്ള പ്രണയം, പുരുഷനോടുള്ള പ്രണയത്തെ സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് വെച്ച് വിഷ്വലൈസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഇവിടെയല്ല ഈ പാട്ടിൻ്റെ പ്രസക്തി കിടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ രണ്ടാനമ്മയുടെ മകള്, തൻ്റെ പെങ്ങള് തങ്കം ഒരു കത്തയക്കുന്നു. ആ കത്ത് ഇയാളെ ജീവിതത്തിൽ താൻ പെട്ടെന്ന് സനാഥനാക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാക്കുന്നു. ഇയാൾ ഗ്രാമത്തിലേക്ക് വരുന്നു. അവിടെ വന്ന് പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് വന്ന ആളാണ്. പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോകാനായില്ല. അവളുടെ സ്നേഹവും അവളുടെ എന്താ പറയുക, അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള സന്തോഷവും കണ്ടപ്പോൾ അദ്ദേഹം അവിടെ തന്നെ താമസിക്കുകയാണ്.
അങ്ങനെ താമസിച്ചിട്ട് മുടങ്ങിപ്പോയ അവളുടെ കല്യാണം ഇദ്ദേഹം നടത്തി കൊടുക്കുന്നു, തങ്കത്തിൻ്റെ. ആ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ താൻ സനാഥനായെന്ന് മാത്രമല്ല, താൻ എന്തോ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്തു എന്നൊരു തോന്നൽ ഇയാൾക്ക് ഉണ്ടാവുന്നു. ആ തോന്നൽ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സമയത്ത് താൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയ പ്രണയത്തെക്കുറിച്ച് ഇയാൾ ആലോചിക്കുന്നു. ഇയാൾ സരോജിനിക്ക് ഒരു കത്തെഴുതുന്നു. ആ കത്തെഴുതൽ കഴിഞ്ഞിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാൾ തിരിച്ചു വരുമ്പോൾ ഇയാൾ ഒരു കുട്ടിയെപ്പോലെ ആർത്ത് ഉല്ലസിച്ച് നടക്കുകയാണ് കുന്നിൻ മുകളിൽ കൂടെ. കല്ലെടുത്തെറിയുന്നു, ഓടുന്നു, പല പല കാര്യങ്ങളും ചെറിയ കുഞ്ഞുങ്ങളെ പോലെ കാണിക്കുന്നു. അവിടെ നിൽക്കുന്ന കുട്ടികൾ കൈകൊട്ടിച്ചിരിക്കുന്നു. ഇവിടെ ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട് MT. ഇവിടെ ഈ പാട്ട് തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രാഗം ഹംസധ്വനി രാഗം, ജീവനിലാളും ഇണയറയന്നങ്ങൾ പാടും മതകര രാഗം എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഈ വസന്തരാഗത്തിലെ പ്രണയത്തിൻ്റെ മൂർധന്യം ഇയാളുടെ കാഴ്ചപ്പാടിലൂടെ പറഞ്ഞിട്ടാണ് ഈ പാട്ട് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് എങ്ങനെയാണ് ഒരു പാട്ടിൽ നെറേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അത് അദ്ദേഹം ചെയ്ത സിനിമ ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള ഏത് സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇതിനിടമുണ്ട്. കാരണം വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്തത് ഒരു ദൃശ്യത്തെ പലപ്പോഴും വാക്കിന് പറയാൻ സാധിക്കാത്തതെയാണ് പലപ്പോഴും പാട്ടിൽ ഉപയോഗപ്പെടുത്തുന്നത്. കൂടുതൽ കാലം പോകുന്നത് കാണിക്കാൻ, അല്ലെങ്കിൽ മുഴുവൻ വാക്കിൽ പറയാൻ സാധിക്കാത്ത സന്നിഗ്ധതയെ കാണിക്കാനാണ് സാധാരണ പാട്ട് ഉപയോഗിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ മാത്രം ഒരു ഭാഷയാണത്. വിദേശത്തൊന്നും അത്തരത്തിൽ സംഭവമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ മ്യൂസിക്കലിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ നമുക്ക് അങ്ങനെ കഥ പറയാൻ പറ്റുന്ന ഒരുപാട് നാടൻ കലകൾ ഉള്ളത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിലൊരു പ്രത്യേകത, പാട്ട് എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന സിനിമ, അതിൽ 5 പാട്ട് എഴുതിയിട്ടുണ്ട്. അത് വലിയ പാട്ടെഴുത്തുകാർ കുറുപ്പ് സാറാണ് സ്ഥിരമായിട്ട് എഴുതുന്നത്. കുറുപ്പ് സാറിന് പറ്റാത്തത് കൊണ്ട് യൂസഫ് അലി സാറിനെ അന്വേഷിച്ചു. യൂസഫ് അലി സാറിന് അസുഖമായി പോയതുകൊണ്ട് എഴുതാൻ പറ്റാതെ വന്നപ്പോൾ നമ്മുടെ മഹാകവി കക്കാടനെ പോയി കണ്ടു. കക്കാട് വളരെ നിഷ്കരുണം അദ്ദേഹത്തെ കൈവിട്ടു. ഒടുവിൽ വളരെ ഫോസ്റ്റായിട്ട് ഈ പാട്ട് അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. അതിൽ ഒരു പാട്ട്, ഒരു മുറിക്കണ്ണാടിയിൽ എന്നെ നോക്കി അറിഞ്ഞില്ല ഞാൻ എന്നെ അറിഞ്ഞില്ല എന്ന് വളർത്തുമൃഗങ്ങളിലെ സർക്കസിലെ പെണ്ണ്, അവളുടെ പേര് ജാനു എന്നാണ്. ചിലപ്പോൾ പേര് തെറ്റും, കാരണം കുറേ കാലം മുമ്പത്തെ ഓർമ്മയിലാണ് ഈ പറയുന്നത്. ജാനു തൻ്റെ പ്രണയം, അതായത് അവിടെ വന്ന ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു വലിയ അഭ്യാസിയെ കണ്ട തൊട്ട് അവളുടെ അനാഥത്വത്തിൽ നിന്ന് താൻ ഒഴിവായി എന്നൊരു തോന്നലിൽ അവളുടെ മനസ്സിലുണ്ടാകുന്ന ഒരാശയമാണ് ഈ പറയുന്നത്. അറിഞ്ഞില്ല ഞാൻ എന്നെ അറിഞ്ഞില്ല. എന്നിട്ട് അവൾ പറയുന്നത്, എന്നെ ഇങ്ങനെ അറിയാതെ പോയത് ഈ കണ്ണാടി എന്നെ പറ്റിച്ചതാണോ, അതോ രാത്രിയിൽ ഏതോ സ്വപ്നത്തിൽ എനിക്ക് തോന്നിയതാണോ എന്ന് 2 കാര്യമാണ് ഇവൾ സംശയിക്കുന്നത്. അതാണ് അതിലൊരു പാട്ട്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രഗത്ഭരായ ഏതു പാട്ടെഴുത്തുകാരനോടും കിടപിടിക്കാവുന്ന പാട്ടാണ് MT എഴുതിയിട്ടുള്ളത്. അത്രയ്ക്ക് കാവ്യാത്മകമാണ്. കാവ്യാത്മകമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പ്രോസ് കവിത പോലെ എഴുതി വയ്ക്കുന്ന ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല, ഒന്നാന്തരം കവിതാ വായനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ചയിലെ രോഹിണിയെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം കവിത മാത്രം വായിക്കുന്ന ഒരു പെണ്ണാണത്. അപ്പോൾ കവിത മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് ആൾമോസ്റ്റ് എല്ലാ കാലത്തെ യൂറോപ്യൻ കവിതയാണെങ്കിലും ഏറ്റവും പുത്തൻ കവിത വയാഹോനെക്കുറിച്ചൊരു പ്രാവശ്യം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വേറൊരു പാട്ടുണ്ട്. ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ്റെ ഷെയ്ഡുള്ളൊരു കഥാപാത്രമാണ് ഈ ഭാസ്കരൻ എന്ന് പറയുന്ന. ഇതിൽ ജീപ്പ് ജമ്പ് ചെയ്യുന്ന, മോട്ടോർ സൈക്കിൾ ജമ്പ് ചെയ്യുന്ന ഒരു കലാകാരനാണ്. ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തവരാണ്. മരണം കൂടെ കളിച്ച് നടക്കുകയാണ് ഇവരുടെ കൂടെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ല, ഒന്നിലും തന്നെ അത്ര വലിയ അടുത്ത താല്പര്യവുമില്ല. അന്നാന്നത്തെ ദിവസം ഭംഗിയാക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം.
അയാളുടെ ഒരു ഷെയ്ഡ് കാണിക്കുന്ന ഒരു പാട്ട് അതിനകത്തുണ്ട്. അതാണ് അതിൽ എഴുതിയ ഏറ്റവും മികച്ച പാട്ട്. MT എഴുതിയ ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു. അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പാട്ടാണ്. രണ്ട് കാര്യമാണ്. ഒന്ന് അതിൻ്റെ ലിറിക്സ്, മറ്റൊന്ന് അതിൻ്റെ കോമ്പോസിഷൻ, വേറൊന്ന് അത് യേശുദാസ് എന്ന് പറയുന്ന സിംഗർ പാടിയിട്ടുള്ളത്. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം MB ശ്രീനിവാസൻ്റെ പാട്ട് പാടാൻ വേണ്ടി മാത്രമാണോ ജീവിച്ചത് അല്ലെങ്കിൽ ജനിച്ചത് എന്ന് തോന്നിപ്പോവും. അത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ നറേഷൻ അതിഗംഭീരമായിട്ടാണ് നമ്മുടെ ഹരിഹരൻ സാർ ചെയ്തു വെച്ചിട്ടുള്ളത്. പാടുന്നത് ഭാസ്കരനാണെങ്കിലും കഥ പറയുന്നത് മുഴുവൻ അതിലത്തെ കോമാളിയായിട്ടുള്ള നാഗേഷിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. നാണു എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. നാണുവിൻ്റെ ഭാവഹവാദികളിലാണ് ഈ പാട്ടുകൾ മുഴുവൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു അദ്ദേഹം ചെയ്തിട്ടുള്ള, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ ഒരു നിരീക്ഷണം അങ്ങനെയാണ്, MTയുടെ സിനിമയിലുള്ള പാട്ടുകൾ ഏറ്റവും അർത്ഥവത്തായി, ഏറ്റവും നറേറ്റീവിൻ്റെ ഭാഗമായി ചിത്രീകരിച്ചിട്ടുള്ള സംവിധായകർ വൃത്തിയായിട്ട് വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കഥ ആദ്യകാലം തൊട്ട് വിൻസെൻ്റ് മാഷ് തൊട്ട് കരയുന്നോ പുഴച്ചിരിക്കുന്നോ തൊട്ട് നമുക്കറിയാം. ആ പാട്ട് തൊട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഭരതൻ സാർ വരെയാണ് ഏറ്റവും ഗംഭീരമായി ചെയ്തത്. അതിൽ പാട്ടിനെ ഒരു നറേറ്റീവിൻ്റെ ശക്തി കൂടുതൽ ഉപയോഗിക്കാത്ത ഒരു സംവിധായകൻ IV ശശിയാണ് എന്നാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലതുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ തൃഷ്ണ പോലെയുള്ള സിനിമയിലൊക്കെ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശുഭരാത്രി എന്നുള്ള പാട്ടിൻ്റെ ഒരു 4 വരി മൂളിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്ന ഇത്രയും വലിയ ആളുകളുടെ കൂടെ, ഇത്രയും വലിയൊരു സദസ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ തുഞ്ചൻപറമ്പിലെ ഒരു സ്റ്റേജിൽ വരുന്നത്. വന്ന് സംസാരിക്കാൻ പറ്റിയത് എൻ്റെ മഹാഭാഗ്യമായി കണക്കാക്കുന്നു. അതിനെന്നെ ഇവിടെ എത്തിച്ച ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു. ശുഭരാത്രി 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 നിങ്ങൾക്കു നേരുന്നു. ശുഭരാത്രി. ഒരു തെണ്ടുമോരേകാന്ത പഥികനു കാവൽ നിൽക്കും താരസഖികളെ, നിങ്ങൾക്കു നന്ദി. ശുഭരാത്രി. പുരാണക്കിലയുടെ മൈതാനത്തിൽ ചുവന്ന ജയപുരിയിൽ സിന്ധുതടത്തിൽ പൂർണിക്കരയിൽ എന്നും മേൽപ്പുര എനിക്കു നൽകിയ നീലവാനമേ, നിന്റെ കൈവിളക്കൊളി കണ്ടുമയങ്ങാൻ അനുമതി തന്ന മനസ്സിനു നന്ദി. ശുഭരാത്രി. താങ്ക് യു.